കോഴിക്കോട് നഗരത്തെ പിടിച്ചുകുലുക്കിയ സംഭവം. വൈകുന്നേരം ഏകദേശം 3:30 മണിയോടുകൂടി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ ഒരു റോഡിൽ കൂടി ഒരു വ്യക്തി നടന്നു പോകുന്നതിനിടയിലായിരുന്നു റോഡരികിൽ കിടന്ന ഒരു കാറിൽ നിന്നും അസ്വാഭാവികമായ നിലയിലുള്ള ഒരു ഞരക്കം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ സംശയം തോന്നിയ വഴിയാത്രക്കാരൻ കാറിനുള്ളിലേക്ക് നോക്കിയപ്പോഴായിരുന്നു ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗത്തുള്ള ഡോർ അല്പം തുറന്നു കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിന്റെ മുൻസീറ്റിൽ ആരെയും കാണാത്ത സാഹചര്യത്തിൽ വഴിയാത്രക്കാരൻ അതിവേഗത്തിൽ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു നോക്കുന്ന സമയത്തായിരുന്നു വാഹനത്തിനുള്ളിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. കാറിന്റെ പിൻസീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്ന കാഴ്ചയായിരുന്നു അത്. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ കാറിന്റെ പിൻസീറ്റിൽ കമിഴ്ന്നു കിടക്കുന്ന ചെറുപ്പക്കാരനെയാണ് ആ വ്യക്തി കണ്ടത്. അത് മാത്രവുമല്ല, അയാളുടെ ശരീരത്തിലും വാഹനത്തിനുള്ളിലുമൊക്കെ വൻതോതിൽ മുളകുപൊടി വാരി വിതറിയിട്ടുമുണ്ട്. ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയ വഴിയാത്രക്കാരൻ ഉടൻ തന്നെ ആ റോഡിന്റെ മറുവശത്തുള്ള ആളുകളെയൊക്കെ അവിടേക്ക് വിളിച്ചു വരുത്തി. ആളുകൾ ചേർന്ന് ആ കാറിന്റെ പിൻഭാഗത്തെ ഡോർ തുറന്നതിന് ശേഷം ചെറുപ്പക്കാരന്റെ കാലിലെ കെട്ടഴിക്കുകയും അയാളെ കാറിന്റെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അയാളുടെ ശരീരമാസകലം മുളകുപൊടി വാരി വിതറിയ നിലയിലായിരുന്നു. മുഖത്തും നന്നായി മുളകുപൊടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ച നിലയിലായിരുന്നു. ചില ആളുകൾ ചേർന്ന് അതിവേഗത്തിൽ തന്നെ ഒരു പാത്രം നിറയെ വെള്ളം അവിടേക്ക് എത്തിക്കുകയും ചെറുപ്പക്കാരന് നൽകുകയും ചെയ്തു. തന്റെ മുഖവും കൈയുമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ചെറുപ്പക്കാരൻ നടക്കാൻ പോലും ആവാതെ കാറിന് സമീപം ചാരി തന്നെ നിന്നു. അയാളെ നന്നായി കിതയ്ക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ചെറുപ്പക്കാരൻ തന്റെ കാറിന്റെ ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് നോക്കി ഒരു ബാഗ് അന്വേഷിച്ചത്. ബാഗിനുള്ളിൽ എന്തായിരുന്നു എന്ന് ചോദിച്ച നാട്ടുകാർക്ക് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ചെറുപ്പക്കാരൻ നൽകിയത്. 25 ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് കാറിൽ നിന്നും മിസ്സായിരിക്കുകയാണ്. ഓടിക്കൂടിയ നാട്ടുകാരാകട്ടെ തങ്ങൾ അങ്ങനെ ഒരു ബാഗ് കണ്ടിട്ടില്ല എന്നും തങ്ങൾ ആരും തന്നെ അങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടില്ല എന്നും ചെറുപ്പക്കാരനോട് പറഞ്ഞു. താൻ ഇന്ത്യ വൺ കമ്പനിക്ക് വേണ്ടി ATMകളിൽ പണം നിറയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്നും കമ്പനി ഏൽപ്പിച്ച പണമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും ചെറുപ്പക്കാരൻ നാട്ടുകാരോട് വ്യക്തമാക്കി. ഇന്ത്യ വൺ കമ്പനിയുടെ സ്റ്റാഫായ സുഹൈൽ എന്ന ചെറുപ്പക്കാരന്റെ വാഹനത്തിൽ നിന്നുമാണ് ഏതോ വ്യക്തികൾ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ 25 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് നഷ്ടമായത്. ഉടൻ തന്നെ നാട്ടുകാരിൽ ചിലർ സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു ചെറുപ്പക്കാരൻ നടു റോഡിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ട വിവരം അറിയിക്കുകയും ചെയ്തു. കൊയിലാണ്ടി സ്റ്റേഷനിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം ഫോറൻസിക് ടീമുമായി സംഭവസ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും വിവരമറിഞ്ഞ് പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഏകദേശം 3:30 മണിയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ കാറിനുള്ളിൽ തീർത്തും മോശമായ ഒരവസ്ഥയിൽ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ള നിരവധി കാര്യങ്ങളാണ് നാട്ടുകാർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തത്. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലും വാഹനത്തിനുള്ളിലും നിറയെ മുളകുപൊടി വാരി വിതറിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി നാട്ടുകാർ പറഞ്ഞതോടെ SIയും അതോടൊപ്പം തന്നെ CIയും ഫോറൻസിക് സംഘവും വാഹനത്തിനുള്ളിലൊക്കെ ഒരു പരിശോധന നടത്തി. കാറിന്റെ മുൻ സീറ്റിലും പിന്നിലുള്ള സീറ്റിലുമൊക്കെ മുളകുപൊടി വാരി വിതറിയിരിക്കുന്നതായി പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിലും പെട്ടു. നാട്ടുകാരവിടെ കണ്ടതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും പോലീസ് സംഘം വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ചെറുപ്പക്കാരനെ ആദ്യമായി കണ്ട വഴിയാത്രക്കാരൻ താൻ കണ്ട കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടി നിന്ന ചില ആളുകളാണ് പോലീസിനെ അറിയിച്ചത്. കുരുടിമുക്കിലെ ATMകളിൽ പണം നിറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ചെറുപ്പക്കാരൻ 25 ലക്ഷം രൂപയുമായി അവിടേക്ക് വന്നത്. ആ സമയത്തായിരുന്നു പർദ്ദ ധരിച്ച 2 സ്ത്രീകൾ വാഹനത്തിന് മുൻപിലേക്ക് വന്നത്. അതിൽ ഒരു സ്ത്രീ വാഹനത്തിന് മുൻപിൽ വീഴുകയും ചെയ്തു. തന്റെ വാഹനമിടിച്ച് ഏതോ സ്ത്രീ റോഡിൽ വീണു എന്ന് കരുതി ചെറുപ്പക്കാരൻ ഡോർ തുറന്ന സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ സ്ത്രീ കാറിന്റെ പിൻഭാഗത്തെ ഡോർ തുറന്നതും ചെറുപ്പക്കാരനെ പിന്നിലേക്ക് വലിച്ചിട്ടതും. ഇതേസമയം റോഡിൽ വീണുപോയ ആ സ്ത്രീ അതിവേഗത്തിൽ തന്നെ ചാടി എഴുന്നേറ്റ് കൈവശമുണ്ടായിരുന്ന മുളകുപൊടി ചെറുപ്പക്കാരന്റെ മുഖത്തേക്കും വാഹനത്തിനുള്ളിലേക്കും വാരി വിതറുകയായിരുന്നു. ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന വലിയൊരു തടിക്കഷ്ണം ഉപയോഗിച്ച് ചെറുപ്പക്കാരന്റെ തലയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ തന്നെ സുഹൈൽ എന്ന ആ വ്യക്തിയുടെ ബോധം പോയെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. അതിനുശേഷമാണ് അവർ ആ വ്യക്തിയെ പിടിച്ച് കാറിനുള്ളിൽ കെട്ടിയിട്ടതും പണം അപഹരിച്ചു കൊണ്ടുപോയതും. നാട്ടുകാർ അവർ കേട്ട കഥകളും അവിടെ കണ്ട കാഴ്ചകളും ഒക്കെ പോലീസിന് വ്യക്തമാക്കി കൊടുത്തു. ഈ സമയത്തായിരുന്നു പോലീസ് മറ്റൊരു ചോദ്യം ആ നാട്ടുകാരോട് ചോദിച്ചത്. സുഹൈൽ എന്ന ചെറുപ്പക്കാരന് തറയിൽ നന്നായി ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ചോദ്യം. ആ വ്യക്തി തറയിൽ നന്നായി ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എന്നും എന്നാൽ ചില സമയത്തൊക്കെ അയാൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാറിൽ ചാരി നിന്നിരുന്നു എന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഈ സമയത്ത് ഫോറൻസിക് സംഘത്തിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധന വാഹനത്തിനുള്ളിൽ പുരോഗമിക്കുകയായിരുന്നു. നാട്ടുകാർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഹൈൽ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലേക്ക് പോലീസ് സംഘം ഉടൻ തന്നെ വിളിക്കുകയും ചെയ്തു. സുഹൈലിനെ അറ്റാക്ക് ചെയ്തതിനു ശേഷം വാഹനത്തിലുണ്ടായിരുന്ന 25 ലക്ഷം രൂപ ഏതോ വ്യക്തികൾ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് പോലീസ് സംഘം കമ്പനിയെ അറിയിച്ചു. അത് കേട്ടപ്പോൾ നടുക്കുന്ന ഒരു മറുപടിയായിരുന്നു കമ്പനി പോലീസിന് നൽകിയത്. വാഹനത്തിലുണ്ടായിരുന്നത് 25 ലക്ഷം രൂപ അല്ലായിരുന്നു എന്നും 74,40,000 രൂപയാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നും കമ്പനി വ്യക്തമാക്കി.
ഒരുപക്ഷെ വലിയൊരു എമൗണ്ട് നാട്ടുകാരുടെ മുൻപിൽ വെച്ച് തുറന്നു പറയാൻ മടിയുള്ളതുകൊണ്ടാകാം സുഹൈൽ 25 ലക്ഷമെന്ന് നാട്ടുകാരോട് പറഞ്ഞതെന്ന് പോലീസ് വിലയിരുത്തി. അല്ലാത്ത പക്ഷം അയാളുടെ തലയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടാകും. അതുകൊണ്ടാകാം അയാൾ തുക എത്രയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി മറന്നുപോയതെന്ന് പോലീസുകാർ നിഗമനത്തിലെത്തി. എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയണമെങ്കിൽ സുഹൈലിനെ തന്നെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം അന്വേഷണത്തിനൊടുവിൽ സുഹൈൽ ഉണ്ടായിരുന്ന ആശുപത്രി കണ്ടെത്തുകയും സുഹൈലിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആശുപത്രിക്കുള്ളിലേക്ക് കടക്കുകയും ചെയ്തു. പോലീസ് സംഘം സമീപത്തുണ്ടായിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സുഹൈലിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായി. സുഹൈലിനെ പരിശോധിച്ച ഡോക്ടർമാർ പരിശോധന പൂർത്തിയാക്കി മുറിക്ക് വെളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത്. ഡോക്ടർമാരുമായി പോലീസ് സംഘം വിശദമായ ഒരു ചർച്ച തന്നെ നടത്തി. സുഹൈൽ എന്ന ചെറുപ്പക്കാരന്റെ കണ്ണിൽ മുളകുപൊടി വീണിട്ടില്ല. അത് മാത്രവുമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി തങ്ങൾക്ക് പറയാനുണ്ടെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. സുഹൈലിന്റെ ശരീരത്തിലും തലയുടെ ഭാഗത്തുമൊക്കെ മുളകുപൊടി വാരി വിതറിയിട്ടുണ്ട്. എന്നാൽ മുളകുപൊടി ഉപയോഗിച്ച് ഒരു അറ്റാക്ക് നടന്നതിന്റെ വലിയ ലക്ഷണമൊന്നും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞത്. അത് മാത്രവുമല്ല, അയാളുടെ ശരീരത്തിൽ പരിക്കേറ്റതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ കേട്ട പോലീസ് സംഘത്തിന് ആകെ സംശയമായി. മുളകുപൊടി തന്റെ കണ്ണിലേക്ക് വാരി വിതറിയെന്നും മൂക്കും വായും പൊത്തിപ്പിടിച്ചതിന് ശേഷം കൈകാലുകൾ ബന്ധിച്ചു എന്നും തന്റെ തലയിലേക്ക് ഒരു വലിയ തടിക്കഷ്ണം ഉപയോഗിച്ച് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആഞ്ഞടിച്ചു എന്നുമൊക്കെയാണ് സുഹൈൽ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാർ പോലീസിന് മുൻപാകെ അറിയിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, സുഹൈലിന് മർദ്ദനമേറ്റിട്ട് ബോധം പോയതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുകൂടി ഡോക്ടർമാർ പോലീസിന് മുൻപാകെ അറിയിച്ചു. തീർത്തും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അയാൾ തീർത്തും ആരോഗ്യവാനാണെന്നും സുഹൈലിനെ എപ്പോൾ വേണമെങ്കിലും പോലീസിനെ ചോദ്യം ചെയ്യാമെന്നും കൂടി ഡോക്ടർമാർ പറഞ്ഞതോടുകൂടി പോലീസ് അവരുടെ മറ്റൊരു സംശയം കൂടി ഡോക്ടർമാരോട് ചോദിച്ചു. നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് സുഹൈലിന്റെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൈയിലോ കാലിലോ എവിടെയെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. അതിനും ഡോക്ടർമാർക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ബലമായി ആരെങ്കിലും നമ്മുടെ കൈകാലുകൾ പിടിച്ചു കെട്ടുന്നതും വളരെ സ്നേഹത്തോടെ സൗഹൃദപരമായി പിടിച്ചു കെട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുഹൈലിന്റെ കൈകളിലെയും കാലുകളിലെയും കെട്ടുകളൊക്കെ തീർത്തും സൗഹാർദ്ദപരമാണെന്നുമായിരുന്നു ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴി. സുഹൈൽ എന്ന ചെറുപ്പക്കാരൻ ആ നിമിഷം മുതൽ പോലീസുകാരുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. സുഹൈലിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം സുഹൈൽ ഉണ്ടായിരുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. ഓരോരോ ചോദ്യങ്ങളായി പോലീസ് സംഘം സുഹൈലിനോട് ചോദിച്ചു തുടങ്ങി. ബാഗിനുള്ളിൽ എത്ര രൂപയുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് സംഘത്തിന്റെ ആദ്യ ചോദ്യം. തന്റെ ബാഗിനുള്ളിൽ കമ്പനി തന്നിട്ടുള്ള 25 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് സുഹൈൽ പോലീസിനോട് ആവർത്തിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് സംഘം സുഹൈലിനോട് ചോദിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും കുരുടിമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു പർദ്ദ ധരിച്ച 2 സ്ത്രീകൾ തന്റെ വാഹനത്തിന് മുൻപിലേക്ക് വന്നതും അപ്രതീക്ഷിതമായി തന്നെ മുളകുപൊടി ഉപയോഗിച്ച് ആക്രമിച്ചതും. നാട്ടുകാരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സുഹൈൽ പോലീസിനോടും ആവർത്തിച്ചു. എന്നാൽ പർദ്ദ ധരിച്ച 2 വ്യക്തികളെയും താൻ കണ്ടിരുന്നു എന്നും യഥാർത്ഥത്തിൽ അവർ സ്ത്രീകളല്ലായിരുന്നു എന്നും പുരുഷന്മാർ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണെന്നുകൂടി സുഹൈൽ പോലീസിനോട് പറഞ്ഞു. സുഹൈൽ സ്ഥിരമായി ATMകളിൽ പണം നിറയ്ക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന് പലർക്കും അറിയാമെന്നുള്ള കാര്യവും പോലീസ് സംഘത്തിന് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായി. സുഹൈൽ സ്ഥിരമായി ATMകളിൽ പണം നിറയ്ക്കാൻ പോകുന്നത് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ അറിഞ്ഞ വ്യക്തികൾ ആരെങ്കിലും ആകാം ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വിലയിരുത്തി. സുഹൈൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയ പോലീസ് സംഘം സുഹൈലിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനു ശേഷം മുറിവിട്ട് പുറത്തിറങ്ങി. ഡോക്ടർമാർ സുഹൈലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് സംഘം അയാളെ അറിയിച്ചതുമില്ല. സുഹൈലിന്റെ സ്ഥാപനം പറഞ്ഞിരിക്കുന്നത് 72,42,000 രൂപയാണ് മിസ്സായിരിക്കുന്നതെന്നാണ്. എന്നാൽ 25 ലക്ഷം രൂപ മാത്രമാണ് ബാഗിലുണ്ടായിരുന്നതെന്നാണ് സുഹൈൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തുകയുടെ കാര്യത്തിൽ അയാൾ എന്തിനാകാം അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പോലീസിന് സംശയം തോന്നി. സുഹൈലിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങളെല്ലാം SI സംഘവും CIക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ ഉടൻ തന്നെ സുഹൈലിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ CI ഉത്തരവിട്ടു. സുഹൈലിന്റെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനാണ് CI ഉത്തരവിട്ടത്. അന്വേഷണത്തിനൊടുവിൽ ചില കാര്യങ്ങളൊക്കെ പോലീസ് സംഘത്തിന് വ്യക്തമായി തുടങ്ങി. സംഭവം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസവും അതിനു മുൻപുള്ള ദിവസങ്ങളിലും 2 നമ്പറുകളിലേക്ക് സുഹൈൽ നിരന്തരം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ആ വ്യക്തികളുമായി സുഹൈൽ കോണ്ടാക്ട് ചെയ്യുന്നത് പതിവാണ്. ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയ സമയത്തായിരുന്നു അവർ അത്ര നല്ല വ്യക്തികളല്ല എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. താഹീർ എന്നും യാസ് എന്നും പേരുള്ള 2 വ്യക്തികളാണവർ. അവരുടെ പേരുകളിൽ നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ബൈക്കിലും മറ്റും യാത്ര ചെയ്യുന്ന വ്യക്തികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങളാണ് അവർ 2 പേരും. അങ്ങനെയുള്ള 2 വ്യക്തികളുമായി സുഹൈലിന് അവിശുദ്ധമായ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. SI സംഘവും അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ SPക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേസമയം മറ്റൊരു സംഘം പോലീസുകാർ തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി CCTV വിഷ്വൽസ് ആണ് കളക്ട് ചെയ്ത് SPക്ക് മുൻപാകെ സമർപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി
സുഹൈലിന്റെ വാഹനം പല ATMകളിലേക്ക് പോകുന്നതും തിരികെ വരുന്നതുമായിട്ടുള്ള വിഷ്വൽസാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചില CCTV വിഷ്വൽസിൽ സുഹൈലിനൊപ്പം വാഹനത്തിൽ 2 ചെറുപ്പക്കാരെ കൂടി കാണാം. ആ ചെറുപ്പക്കാരുടെ ചിത്രങ്ങളൊക്കെ CCTV ഫുട്ടേജിൽ നിന്നും കളക്ട് ചെയ്ത് പോലീസ് സംഘത്തിന്റെ ക്രിമിനൽ റെക്കോർഡ്സിലുള്ള ഏതെങ്കിലും ആളുകളുടെ ഫോട്ടോയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ സമയത്തായിരുന്നു ആ 2 ചെറുപ്പക്കാർ യാസറും താഹിനുമാണെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായത്. അതിവേഗം തന്നെ താഹിനെയും യാസറിനെയും പിടികൂടണമെന്നുള്ള നിർദ്ദേശമാണ് പിന്നീട് പോലീസിന് ലഭിച്ചത്. പോലീസ് സംഘം ആദ്യം തന്നെ താഹിൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് എത്തിയത്. കോളിംഗ് ബെൽ അടിച്ച ഉടൻ തന്നെ താഹിൻ തന്നെയാണ് വാതിൽ തുറന്നതും. അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ട താഹിൻ ആകെയൊന്ന് അമ്പരന്നു. ഉടനെയായിരുന്നു പോലീസ് സംഘം താഹിന്റെ വീടിനുള്ളിലേക്ക് കയറി ഒരു പരിശോധന നടത്തിയത്. താഹിന്റെ കിടപ്പുമുറിയിൽ കട്ടിലിന്റെ താഴ്വശത്തായി പോലീസ് സംഘം ഒരു ബാഗ് കണ്ടെടുത്തു. ബാഗ് താഹിനെ കൊണ്ട് തന്നെ പോലീസ് സംഘം തുറപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും താഹിന്റെ വീട്ടിൽ പോലീസ് എത്തിയ വാർത്ത പ്രദേശത്തുള്ള ആളുകളൊക്കെ അറിയുകയും നാട്ടുകാരൊക്കെ ആ വീടിന് ചുറ്റും കൂടുകയും ചെയ്തു. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ താഹിനെ കൊണ്ട് പോലീസ് സംഘം ബാഗ് തുറപ്പിച്ചു. ബാഗിനുള്ളിൽ കണ്ട കാഴ്ച തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു. നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. നോട്ടുകെട്ടുകൾ ബാഗിനുള്ളിൽ നിന്നും തൊട്ടടുത്തുണ്ടായിരുന്ന മേശപ്പുറത്തേക്ക് പോലീസ് സംഘം എടുത്തുവെച്ചു. 37 ലക്ഷം രൂപയാണ് ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇത്രയും രൂപ താഹിന്റെ കൈവശം എങ്ങനെയാണ് വന്നതെന്ന് വീട്ടിലുള്ള ആളുകൾക്കും നാട്ടുകാർക്കുമൊക്കെ തന്നെ സംശയം തോന്നി. പണത്തിന്റെ സോഴ്സ് എന്താണെന്ന് പോലീസ് സംഘം താഹിനോട് ചോദിച്ചപ്പോൾ അത് തന്റെ പണമല്ല എന്നും തന്റെ ഒരു സുഹൃത്ത് പണം സൂക്ഷിക്കാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുമൊക്കെ താഹിൻ പോലീസിനോട് പറഞ്ഞു. സുഹൃത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ സുഹൈൽ എന്നായിരുന്നു താഹിൻ മറുപടി പറഞ്ഞത്. സുഹൈലിന്റെ സുഹൃത്തായ താഹിന്റെ വീട്ടിൽ നിന്നും 37 ലക്ഷം രൂപ കണ്ടെടുത്ത കാര്യം SI അടങ്ങുന്ന സംഘം SP റിപ്പോർട്ട് ചെയ്തു. ഈ നിമിഷത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിലെടുക്കാൻ SP മറ്റുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തിയ പോലീസ് സംഘം ബാഗ് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സുഹൈലിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി തങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരണമെന്നായിരുന്നു സുഹൈലിനോട് ആവശ്യപ്പെട്ടത്. സുഹൈൽ എതിർത്തൊന്നും പറയാതെ പോലീസ് സംഘത്തോടൊപ്പം സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിയ സുഹൈലിനോട് SP ചില കാര്യങ്ങളൊക്കെ തുറന്നു ചോദിച്ചു. സുഹൈലിന്റെ മൊഴി അനുസരിച്ച് പർദ്ദ ധരിച്ചെത്തിയ വ്യക്തികൾ സുഹൈലിനെ ആക്രമിച്ച ശേഷമാണ് പണവുമായി കടന്നു കളഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ പ്രദേശത്തുള്ള CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവിടെ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ടെന്നായിരുന്നു SP സുഹൈലിനോട് പറഞ്ഞത്. അതുമാത്രവുമല്ല, കാറിനുള്ളിൽ മുളകുപൊടി ഇട്ടിരിക്കുന്നതും ഒരു പ്രത്യേക പാറ്റേണിലാണ്. ആക്രമിക്കാനെത്തുന്ന വ്യക്തികൾ വാഹനത്തിനുള്ളിലേക്ക് മുളകുപൊടി വാരി വിതറുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം മുളകുപൊടി ഇട്ടിട്ടുണ്ട്. അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. സുഹൈലിന്റെ കണ്ണിനുള്ളിൽ മുളകുപൊടി കടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ കൂടി പോലീസ് സംഘം സുഹൈലിനോട് പറഞ്ഞതും താൻ പിടിക്കപ്പെട്ടു എന്ന് സുഹൈലിന് വ്യക്തമായി. പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുഹൈൽ പല കഥകളും പറഞ്ഞു തുടങ്ങി. സുഹൈലും സുഹൃത്തുക്കളായ താഹീനും യാസറും ചേർന്നാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. മൂവർ സംഘം ചേർന്നാണ് വാഹനത്തിനുള്ളിൽ മുളകുപൊടി വാരി വിതറിയത്. അതിനുശേഷം മനഃപൂർവ്വം 2 സുഹൃത്തുക്കൾ ചേർന്ന് സുഹൈലിന്റെ കൈകാലുകൾ പതുക്കെ അവിടെ പിടിച്ചു കെട്ടുകയായിരുന്നു. പർദ്ദ ധരിച്ച 2 വ്യക്തികൾ തന്നെ പിടിച്ചുകെട്ടിയെന്ന് സുഹൈൽ പറഞ്ഞത് തന്റെ സുഹൃത്തുക്കളെയായിരുന്നു. മൂവർ സംഘം കുറ്റമേറ്റു പറഞ്ഞതോടുകൂടി തെളിവെടുപ്പിനായി മൂവർ സംഘത്തെയും കൊണ്ട് പോലീസ് സംഘം സംഭവം നടന്ന പ്രദേശത്തെത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ബാഗിലുണ്ടായിരുന്ന തുക 25 ലക്ഷമാണെന്ന് സുഹൈൽ അബദ്ധത്തിലാണ് പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞത്. പോലീസ് അന്വേഷണത്തിൽ ഏജൻസിക്കാർ യഥാർത്ഥ തുക പറയുമെന്നുള്ളത് സുഹൈൽ ഓർത്തതുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ പോലീസിന് സുഹൈൽ പ്രതിയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ അതിവേഗം കഴിഞ്ഞത്. സുഹൈലും യാസറും താഹീനും പദ്ധതി ആസൂത്രണം ചെയ്യാൻ 6 മാസത്തെ പ്ലാനിംഗ് ആണ് നടത്തിയതെന്ന് കേട്ടപ്പോഴാണ് പോലീസിന് ശരിക്കും അതിശയം തോന്നിയത്. ഇത്രയും വലിയ മണ്ടത്തരം പ്ലാൻ ചെയ്യാൻ 6 മാസം സമയമെടുത്തത് എന്തിനാണെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അതിവേഗം പ്രതികളിലേക്കെത്തിയ പോലീസ് സംഘം കോടതിയുടെ പ്രത്യേക പ്രശംസ നേടി.